രാവണൻ. രചന ഭദ്രാലക്ഷ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പെട്ടെന്നുള്ള മഹേന്ദ്രന്റെ പ്രവൃത്തിയിൽ ഉലഹനാനൊന്ന് പതറിയെന്ന് വേണമെങ്കിൽ പറയാം. പുറമടിച്ചുകൊണ്ട് ഉലഹനാൻ നിലത്തേക്ക് തെറിച്ച് വീണുപോയി. അയാൾക്ക് തന്റെ തലയെല്ലാം പെരിക്കുന്ന പോലെ തോന്നി. എങ്കിലും മഹേന്ദ്രൻ തന്നെ ചവിട്ടിയ ദേഷ്യത്തിൽ കവിളുകളെല്ലാം വിറപ്പിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് നോക്കിയ ഉലഹനാൻ കാണുന്നത് ചോരയിൽ പുരണ്ട മുഖവുമായി തന്റെ അരികിലേക്ക് വടിവാളുമേന്തി നടന്നു വരുന്ന സാക്ഷാൽ മഹേന്ദ്രദേവ് വസിഷ്ഠയെയാണ്. ഉലഹനാൻ ഒരു നിമിഷം മഹേന്ദ്രന്റെ മുഖത്തേക്കും കയ്യിലുള്ള വടിവാളിലേക്കും നോക്കി. പിന്നീട് ചാടി എഴുന്നേറ്റുകൊണ്ട് അവന്റെ അരികിലേക്ക് ഓടിയെടുത്തതും മഹേന്ദ്രൻ അയാളെ നോക്കിക്കൊണ്ട് തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഉലഹന്നാന്റെ അരികിലേക്ക് ഓടിയെടുത്തു. പരസ്പരം പോരുകോഴികളെപ്പോലെ ഉലഹന്നാനും മഹേന്ദ്രനും തങ്ങളുടെ ഷർട്ടിലും ജുബയിലും കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കി നിന്നു. ഈ സമയം അർജുൻ ഉലഹന്നാനെ തന്നെ നോക്കി കാണുകയായിരുന്നു. ഇത്രയും പ്രായമായിട്ടും അയാളുടെ ഉള്ളിലെ ശൗര്യം അതിപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലെന്നൊരു നിമിഷം അർജുന് തോന്നി. മഹേന്ദ്രനെ നേർക്ക് നേർ നിൽക്കുന്ന എതിരാളികൾ അവന് മുന്നിലൊന്ന് പതറുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൊമ്പനക്കാട്ടിൽ ഉലഹന്നാൻ അർജുനെ പോലും അതിശയപ്പെടുത്തി കളഞ്ഞു. എടാ മഹേന്ദ്ര, എന്റെ ഡേവിഡ് മോനെ കൊന്നുകളഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതിയോ? എന്റെ കൊച്ചുമക്കളെയെല്ലാം ഇഞ്ചപ്പരുവാക്കിയ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതിയോടാ? എന്റെ പ്രായം വെച്ച് നീ എന്നെ അളക്കരുത്. നീ അനുഭവിക്കാൻ കിടക്കുന്നേയുള്ളൂ. ഉലഹന്നാൻ മഹേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി തന്റെ പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതും മഹേന്ദ്രനും വന്യമായ പുഞ്ചിരിയോടെ ഉലഹന്നാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, താൻ എന്ത് കരുതിയടോ? തന്നെ ഒരൊറ്റ വെട്ടിനില്ലാതാക്കാൻ എനിക്കൊരു നിമിഷ നേരം മതി. പക്ഷേ തന്നെ ഞാൻ അങ്ങനെ കൊല്ലില്ല. താൻ എനിക്ക് വരുത്തിവെച്ച നഷ്ടം അത് തീരാ നഷ്ടമാണ്. ഒരിക്കലും നികത്താൻ പറ്റാത്ത നഷ്ടം. അതുമാത്രോ, എൻ്റെ മീരെ താൻ. അവളെപ്പോലെ എത്ര പെൺകുട്ടികളെ താൻ പീച്ചു ചീന്തിയിട്ടുണ്ട്. ഒറ്റയടിക്കുള്ള മരണം ഞാൻ നിനക്ക് തരില്ലടാ കൊമ്പനക്കാട്ടിൽ ഉലഹന്നാനെ. അത്രയും പറഞ്ഞു കഴിഞ്ഞു മഹേന്ദ്രൻ ഉലഹന്നാൻ തന്റെ ഷർട്ടിൽ പിടിച്ചിരുന്ന കൈകൾ കുടഞ്ഞെറിഞ്ഞു. ഒന്ന് പുറകോട്ട് വേയിച്ചു പോയി ഉലഹന്നാന്റെ ജുബയിൽ പിടിച്ചു വലിച്ച് മുമ്പോട്ടേക്ക് നിർത്തി അയാളുടെ ഇരുകവിള് നോക്കി മഹേന്ദ്രൻ ആഞ്ഞടിച്ചു. വായിൽ നിന്നും കട്ടച്ചോര പുറത്തേക്ക് തുപ്പിക്കൊണ്ട് ഉലഹന്നാൻ ആൻഡ്രൂസ് അടക്കമുള്ളവർ നിൽക്കുന്ന സെല്ലിന്റെ ഭാഗത്തേക്ക് തെറിച്ചു വീണു. അയ്യോ വലിയപ്പച്ച! ആൻഡ്രൂസും കാതറിനും നിലത്ത് കിടന്നപ്പോൾ ഇന്ന് ഉലഹന്നാനെ നോക്കി കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തിയിരുന്നയാളുടെ അരികിലായി സെല്ലിലായി ഇരുന്നു കൊണ്ട് കരയുകയായിരുന്നു. എന്നാൽ ഈ സമയം സ്ത്രീകളെ ഉലഹന്നാന്റെ അരികിലേക്ക് പോകാനൊരുങ്ങുന്ന അതേ സമയം തന്നെയാണ് നേരത്തെ ഉലഹന്നാന്റെ ഗുണ്ടകളുടെ അടികൊണ്ട് അവശനായി നിലത്ത് ബോധം മറിഞ്ഞു കിടക്കുന്ന മഹേന്ദ്രന്റെ ഗാർഡ്സിനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഊർന്നു കിടക്കുന്ന തങ്ങളുടെ സെല്ലിന്റെ ചാവി കണ്ടതും സ്ത്രീകളയുടെ കണ്ണുകളൊന്ന് തിളങ്ങി. അവർ നാലുപാടും നോക്കിയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ മഹേന്ദ്രന്റെയും ഉലഹന്നാന്റെയും നേർക്കാണെന്ന് മനസ്സിലായതും ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് നോക്കിക്കൊണ്ട് സ്ത്രീകളെ കുനിഞ്ഞിരുന്ന ആ ഗാർഡിന്റെ പോക്കറ്റിൽ നിന്ന് ചാവിയെടുത്ത് കയ്യിൽ പിടിച്ചു. ശേഷം തന്നെ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പിണങ്ങൾ സാരി തലപ്പുകൊണ്ട് തുടച്ച് പകേരിയുന്ന കണ്ണുകളോടുകൂടി സ്ത്രീകളെ മഹേന്ദ്രനെ തന്നെ നോക്കി നിന്നു. ഈ സമയമാണ് മഹേന്ദ്രൻ നേരത്തെ ഒലിച്ചെറിഞ്ഞൊരു വടിവാള് സ്ത്രീകളുടെ കണ്ണിൽപ്പെട്ടത്. ആ വടിവാള് കണ്ടതും സ്ത്രീകളുടെ മുഖത്ത് ഗൂഢമായ പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു. ആ സമയം ദേഷ്യമൂത്ത മഹേന്ദ്രൻ ഓടി വന്ന് ഉലഹന്നാനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അയാളെ തുടരെ അടിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ഉലഹന്നാൻ അവനെ തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ മഹേന്ദ്രന്റെ കയ്യിൽ നിന്ന് തന്നെ നെഞ്ചത്ത് കിട്ടിയ അടിയിൽ ഉലഹന്നാനൊന്ന് വേയിച്ചു പോയിരുന്നു. വീണ്ടും കൈ ഉയർത്തി മഹേന്ദ്ര ഉലഹന്നാനെ അടിക്കാൻ ഒരുങ്ങുന്ന അതേ സമയം തന്നെയാണ് അർജുന ആ കാഴ്ച കാണുന്നത്. സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ സ്ത്രീകല നിലത്ത് കിടക്കുന്ന വടിവാളെടുത്ത് മഹേന്ദ്രൻ നേരെ ഉയർത്തിക്കൊണ്ട് അവനെ കൊല്ലാൻ പാകത്തിന് ഓടി വരുന്നത്. ഒരു നിമിഷം ആ കാഴ്ച കണ്ട് അർജുന്റെ സകല നാഡീ ഞരമ്പുകളും തളർന്നുപോയി. പിന്നീട് സ്വഭാവത്തിലേക്ക് വന്ന പോലെ അർജുൻ അലറിക്കൊണ്ട് മഹേന്ദ്രനോട് പറഞ്ഞു, അർജുന്റെ അലർച്ച കേട്ടതും ഉലഹന്നാനെ കൈ ഉയർത്തി അടിക്കാനൊരുങ്ങിയ മഹേന്ദ്രൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് താൻ നേരത്തെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ വടിവാളും എടുത്തുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ തന്റെ അരികിലേക്ക് വരുന്ന സ്ത്രീകളെയാണ്. ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ട് എല്ലാവരും നടുങ്ങിപ്പോയി. സ്ത്രീകളെ മഹേന്ദ്രനെ കുത്താൻ അരികിലേക്ക് എത്തിയതും അപ്പോൾ തന്നെയാണ് മഹേന്ദ്ര ഉലഹന്നാനെയും കൊണ്ട് അവിടുന്ന് ചാടി മാറിയത്. തന്റെ ലക്ഷ്യം തെന്നിപ്പോയി എന്ന് മനസ്സിലായെങ്കിലും സ്ത്രീകൾക്ക് തന്റെ കാലുകളെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. അതിവേഗത്തിലായിരുന്നു അവർ ഓടി വന്ന്. അതുകൊണ്ട് തന്നെ മഹേന്ദ്ര ഉലഹന്നാനെ കൊണ്ട് മാറിയതും അവർ നിലതെറ്റി നേരെ തൊട്ടുമുമ്പിലായി കാണുന്ന ഹൈലി വോൾട്ടേജും ഡേഞ്ചറസുമായിട്ടുള്ള സ്വിച്ച് ബോർഡുകളുടെയും ഇലക്ട്രിക് വയറുകളുടെയും ഇടയിലേക്കായിരുന്നു. പണ്ട് വസിഷ്ഠയുടെ ഒരു കെമിക്കൽ ഫാക്ടറി ആയിരുന്നു ഈ ഗോഡൌൺ. പിന്നീട് വസിഷ്ഠയുടെ ബിസിനസ് ലോകമെമ്പാടും വ്യാപിച്ചപ്പോൾ കാലക്രമേണ അവർ ഈ കെമിക്കൽ ഫാക്ടറി അടച്ചുപൂട്ടുകയും മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഗോഡൌൺ മാറ്റുകയും ചെയ്തു. ഇപ്പോൾ ഈ ഫാക്ടറി മഹേന്ദ്രന്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും അവരെ നരകം കാണിക്കാനുമുള്ള ഒരു പ്രഭവ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഒരു നിമിഷം സ്ത്രീകളുടെ അലറിക്കരച്ചിലാണ് എല്ലാവരെയും സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് അവർ മുമ്പോട്ടേക്ക് നോക്കിയതും കാണുന്നത് സ്ത്രീകളെ ഷോക്കേറ്റുകൊണ്ട് നിൽക്കുന്നതാണ്. സ്ത്രീകളെ ഷോക്കേറ്റ് നിൽക്കുന്നത് കണ്ടതും അറിയാതെ അവർ നോക്കി ഉറക്കി അലറി കരഞ്ഞുപോയി ഉലഹന്നാൻ. പെട്ടെന്നെന്തോ ഒരു ഉൾപ്രേരണ വന്ന പോലെ മഹേന്ദ്രൻ തൊട്ടടുത്തായി കാണുന്ന മരത്തിന്റെ ചെയറെടുത്ത് സ്ത്രീകളെ ആഞ്ഞടിച്ചു.
അവന്റെ ശക്തമായ പ്രഹരത്തിൽ ശ്രീകല വാളിൽ നിന്ന് കൈകളെടുത്തുകൊണ്ട് തെറിച്ച് മുഖമടിച്ച് നിലത്തേക്ക് വീണുപോയി. അപ്പോഴും അവരുടെ ശരീരത്തിൽ നിന്നും പുകപടലങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ശരീരത്തിലെ സാരിയെല്ലാം കത്തി അവരുടെ ശരീരത്തിനോട് ചേർന്ന് ഒട്ടിയിട്ടുണ്ട്. മുടിയെല്ലാം കരിഞ്ഞ് ശരീരമെല്ലാം പൊള്ളി ബോധമില്ലാതെ കിടക്കുന്ന സ്ത്രീകളെ തന്നെ എല്ലാവരും അല്പസമയം നോക്കി നിന്നു. നിലത്ത് ചത്ത ശവത്തിന് തുല്യമായി കിടക്കുന്ന സ്ത്രീകളെ കണ്ടതും മഹേന്ദ്രന്റെ മുഖത്തൊരു പുച്ഛമാണ് വിരിഞ്ഞത്. തന്റെ കൊച്ചു ബോധമില്ലാതെ കിടക്കുന്ന കണ്ടതും ഉലഹന്നാൻ തളർന്നുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. ശങ്കർ സർ, ഞാനിപ്പോ പുറത്തേക്ക് പോവുകയാ. ഈ സ്ത്രീ മരിക്കാൻ പാടില്ല, ജീവിച്ചിരിക്കണം. അതിന് എത്ര പണം വേണമെങ്കിലും ചെലവഴിച്ചോ. അതുപോലെ ഇയാളെ പിടിച്ച് സെല്ലിലടക്ക്. ഞാൻ വരുന്നവരെ നിന്റെ കണ്ണ് ഇവരുടെ മേൽ തന്നെ ആയിരിക്കണം. അത്രയും പറഞ്ഞ് അർജുനെ നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ശങ്കറിന്റെ ഓർഡർ കിട്ടിയതും ഗാർഡുകൾ വന്ന് ഉലഹന്നാനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആൻഡ്രൂസും കാതറിനുമുള്ള സെല്ലിലേക്ക് മാറ്റി പൂട്ടിയിട്ടു. അപ്പോഴും അയാളുടെ കണ്ണുകൾ ബോധമില്ലാതെ കരിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന സ്ത്രീകളിൽ തന്നെയായിരുന്നു. വസിഷ്ഠയിൽ ചെന്നൊന്ന് ഫ്രഷായി അർജുന്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു മഹേന്ദ്രൻ. ദേവയ്ക്ക് ബോധം വന്നു എന്ന് തന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞ പ്രകാരമാണ് മഹേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വന്നത്. എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ മഹേന്ദ്രൻ ICUവിന്റെ അകത്തേക്ക് കയറുന്നതും കണ്ടു. വയറുകൾക്കിടയിൽ തലയിൽ കെട്ടുമായി കണ്ണുകൾ അടച്ചു കിടക്കുന്ന തന്റെ ഭദ്രയെ ഒരു നിമിഷം അവളുടെ കുഞ്ഞു വയറിലേക്ക് മഹേന്ദ്രന്റെ കണ്ണുകൾ പതിഞ്ഞതും തന്റെ ഹൃദയത്തിൽ ആരോ കത്തി കൊണ്ട് കുത്തിയിറക്കിയതുപോലെ അവന്റെ ഹൃദയം നൊന്തു. വിറക്കുന്ന കൈകളോടെ മഹേന്ദ്രൻ അവിടെ അണിവയറിലേക്ക് തന്റെ കൈ ചേർക്കാൻ ഒരുങ്ങുന്ന അതേ സമയം തന്നെയാണ് ദേവ തന്റെ അരികിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി കണ്ണുകൾ വലിച്ചു തുറന്നത്. തന്റെ മുമ്പിലായി നിൽക്കുന്ന ദേവേട്ടനെ കണ്ടതും ഭദ്രയുടെ കണ്ണുകൾ ആദ്യം വിടർന്നു. പിന്നീട് ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവന്റെ അരികിലേക്ക് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും തലക്കനുഭവപ്പെടുന്ന അസഹ്യമായ വേദന കൊണ്ട് തന്നെ അവൾ കിടക്കയിലേക്ക് തന്നെ കിടന്നുപോയി. ഇത് കണ്ട മഹേന്ദ്രൻ ഒന്നും മിണ്ടാതെ അവളുടെ അരികിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് അവളുടെ മുടിയിഴകളെ പതിയെ തലോടി. തന്റെ ഭദ്രയോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് മഹേന്ദ്രന്. ഒടുവിൽ മൗനത്തെ ഭേദിച്ചുകൊണ്ട് മഹേന്ദ്രൻ പതിയോളെ വിളിച്ചു. ഭദ്ര. ദേവേട്ട. ഒരു പൊട്ടിക്കരച്ചിലോട് അവന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെക്കുമ്പോൾ അവളാകെ പേടിച്ച് വിറച്ചു പോയിരുന്നു. ഞാൻ ഭയന്നുപോയി ദേവേട്ട. ഒരു നിമിഷം ദേവേട്ടനെ പിരിഞ്ഞ്. അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ തന്റെ ചൂണ്ടുവിരൽ ഭദ്രയുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല പെണ്ണേ. അങ്ങനെ അത്ര എളുപ്പമൊന്നും ദൈവങ്ങൾക്ക് നമ്മൾ പിരിക്കാൻ പറ്റില്ല. പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ ചിമ്മി മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും ദേവയുടെ ചുണ്ടിലുമുണ്ടായിരുന്ന ഒരു മനോഹരമായ പുഞ്ചിരി. എന്തുകൊണ്ടോ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യം ഡോക്ടർ ദേവയോട് പറയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരാരും ആ കാര്യം അവളോട് തുറന്നു പറഞ്ഞില്ല. ഒരുപക്ഷെ ദേവക്ക് ആ സത്യം താങ്ങാൻ സാധിച്ചില്ലെങ്കിൽ അതോർത്തവും മഹേന്ദ്രൻ അവൾ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോഴും ഉലഹന്നാനെ ചിത്രവധം ചെയ്യാനുള്ള ദേഷ്യം അവന്റെ മുഖത്ത് തെളിഞ്ഞ് കാണാനുണ്ടായിരുന്നു. അല്പസമയം കൂടി ദേവയുടെ കൂടെ ചെലവഴിച്ചിട്ടാണ് മഹേന്ദ്രൻ ICUവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. കോറിഡോറിലായി നിൽക്കുന്ന മഹേശ്വരിയെ മഹേന്ദ്രൻ കണ്ടിരുന്നുവെങ്കിലും എന്തുകൊണ്ടോ അവരോടൊന്നും സംസാരിക്കാൻ അപ്പോൾ അവന് കഴിഞ്ഞില്ല. ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം നേരിടേണ്ടി വന്ന ഒരു സ്ത്രീ വൈകിയാണെങ്കിലും സ്വന്തം മകളെ തിരിച്ചു കിട്ടിയപ്പോൾ അവരേറെ സന്തോഷിക്കുന്ന താനും കണ്ടതാണ്. എന്നാൽ തങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീ അനുഭവിച്ച മാനസികാവസ്ഥ അത് മഹേന്ദ്രനെയും ദുഃഖത്തിൽ ആഴ്ത്തിയിരുന്നു. തങ്ങൾക്ക് വന്നു ചേർന്ന തീരാനഷ്ടം ഒപ്പം മഹേശ്വരിയുടെ ജീവിതം കൂടി നശിപ്പിച്ചു കളഞ്ഞു അവർ. എല്ലാത്തിനും എണ്ണി എണ്ണി പകരം ചോദിച്ചിട്ട് മാത്രമേ അവരെ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പറഞ്ഞേക്കൂ എന്ന് ആ സമയം മഹേന്ദ്രൻ മനസ്സിൽ ദൃഢനിശ്ചയം എടുക്കുന്നുണ്ടായിരുന്നു. മഹേന്ദ്രൻ മഹേശ്വരിയുടെ അരികിലെത്തിയതും അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഭദ്രയെ ശ്രദ്ധിക്കണം. അത്രയും പറഞ്ഞ് തന്റെ അരികിലൂടെ നടന്ന മഹേന്ദ്രനെ മഹേശ്വരിയെ നോക്കി നിന്നു. പെട്ടെന്നായിരുന്നു അവരുടെ മൊബൈൽ റിങ് ചെയ്ത്. മറുതലക്കിൽ നിന്നും കേട്ട വാർത്തയിൽ അവരുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. സംഹാരരുദ്രയെപ്പോലെ കണ്ണുകളെല്ലാം ചുവന്ന് വിറക്കുന്ന കവിളുകളോടുകൂടി അവർ മഹേന്ദ്രൻ പോകുന്ന ഭാഗത്തേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോഴും മഹേശ്വരിയുടെ ദേഷ്യം മുഴുവൻ അവരുടെ കയ്യിലെ മൊബൈൽ തീർത്തുകൊണ്ട് അവരെന്തൊക്കെയോ മനസ്സിലപ്പോൾ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞിരുന്നു. ഓഫീസിൽ നിന്ന് ഫയലുകൾ നോക്കുന്ന സമയത്താണ് സെക്യൂരിറ്റി വിങ്ങിന്റെ ഹെഡായ ശങ്കറിന്റെ ഫോൺ മഹേന്ദ്രനെ തേടിയെത്തുന്നത്. കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൻ ചെവിയിലേക്ക് വെച്ചു. ഹലോ സർ, ഞാൻ ശങ്കറാണ്. ആ സ്ത്രീയില അവർക്ക് 50% പൊള്ളലേറ്റിട്ടുണ്ട്. എന്തായാലും റിക്കവർ ആവാൻ 1 മാസത്തോളം സമയം പിടിക്കും. സർ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ശങ്കർ മഹേന്ദ്രന്റെ ഉത്തരവിന് വേണ്ടി കാതോർത്ത് നിന്നു. ശങ്കർ ഗോഡൗണിലേക്ക് ടൈറ്റ് സെക്യൂരിറ്റി നൽകുക. ഒരു കാരണവശാലും അവർ പുറത്തു പോകാൻ പാടില്ല. കൂടാതെ അവരെ കൊണ്ട് തന്നെ അവർ നാട്ടിലില്ലെന്ന് കൊമ്പനക്കാട്ടിലുള്ളവരെ അറിയിക്കാനും മറക്കരുത്. വല്യപ്പച്ചനും കൊച്ചുമക്കളൊരു ടൂർ പോയതാണെന്ന് കരുതട്ടെ അവർ. അത് ആൻഡ്രൂസിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. അവൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞില്ലെങ്കിൽ അറിയാലോ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു ഗൂഢമായ പുഞ്ചിരിയോടെ മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞതും ശങ്കറിന്റെ മുഖത്തുമുണ്ടായിരുന്ന അതുപോലൊരു പുഞ്ചിരി. പിന്നെ ആ സ്ത്രീകല എത്ര പണം ചെലവാക്കിയാലും അവരെനിക്ക് ജീവനോടെ വേണം.
സ്ത്രീകളെ റിക്കവറായിട്ട് വരുന്നവരെ ഉലഹന്നാനും കാതറിൻ ആൻഡ്രൂസും നിന്റെ സംരക്ഷണയിലായിരിക്കണം. മരണം മുന്നിൽ കണ്ടുള്ള ജീവിതം, ഭയന്നുകൊണ്ടുള്ള പേടിയോടുകൂടിയുള്ള അവസ്ഥ, അതറിഞ്ഞിട്ടായിരിക്കണം ഇനിയുള്ള ദിവസങ്ങൾ അവരുടെ ജീവിതം മുന്നോട്ട് പോവേണ്ടത്. സ്ത്രീകളെ ഡിസ്ചാർജ് ആവുന്ന ദിവസം നീ എന്നെ അറിയിക്കണം. അന്ന് ഇനി ഞാൻ ഗോഡൌണിലേക്ക് തിരിച്ചു വരികയുള്ളൂ. ശരി സാർ. ദിവസങ്ങൾ ഓടി മറന്നു. ഇതിനിടയിൽ അണിമംഗലത്തെ മാധവനെ അന്വേഷിക്കാതിരുന്നില്ല മഹേന്ദ്രൻ. എന്നാൽ അന്നത്തെ ആ സംഭവത്തിന് ശേഷം ദേവയെ സ്ത്രീകളൊക്കെ കൈമാറിയിട്ട് അയാൾ എവിടെയോ മുങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ മഹേന്ദ്രന്റെ മറ്റൊരു സെക്യൂരിറ്റി വിങ് മാധവനെ അന്വേഷിച്ച് ഇപ്പോഴും നടക്കുകയാണ്. കുഞ്ഞ് നഷ്ടപ്പെട്ട് ദേവയോട് ആരും പറഞ്ഞിട്ടില്ല. പതിയെ പതിയെ ദേവ അന്നത്തെ ആ തട്ടിക്കൊണ്ടുപോൽ ഭയത്തിൽ നിന്ന് മുക്തി നേടി പുറത്തു വരാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവളുടെ ശരീരത്തിലെ പരിക്കുകളെല്ലാം പതിയെ ഭേദമാവാൻ തുടങ്ങിയിരുന്നു. വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി ദേവ ഇപ്പോൾ പിടിച്ച് പതിയെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും മഹേന്ദ്രൻ അവൾക്കൊപ്പം തന്നെ ഉണ്ടാവും. പിന്നീട് ഓഫീസിൽ പോകേണ്ട അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ മാത്രം മഹേന്ദ്രൻ പോകുമ്പോൾ മഹേശ്വരിയായിരിക്കും പിന്നെ ദേവയുടെ കൂട്ട്. ഇപ്പോൾ കൃതിക കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ കളി തമാശകളിൽ ദേവയും പങ്കുചേരും. കളിച്ചിരികളാൽ സന്തോഷവതിയായിരിക്കും ദേവയുടെ മുഖം കാണുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാണ് വരാറുള്ളത്. ജനൽ കമ്പികളിൽ കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് പുറത്തെ പാടവരമ്പത്തേക്ക് നോക്കി നിൽക്കുകയാണ് വാസുദേവൻ. ഇപ്പോൾ അണിമംഗലം തറവാട്ടിലെ ഭരണം ഏറ്റെടുത്തിരിക്കുന്ന മാലതിയാണ്. ജിത്തു മരിച്ചതിന് ശേഷം ഇരുവരും ഒരു മുറിയിലേക്ക് ഒതുങ്ങിപ്പോയി. അതുമാത്രമല്ല, ഒരു ദിവസം സ്ത്രീകളെ ഇവിടുന്ന് ആരോടൊന്നും പറയാതെ കാറിൽ കയറി പോയതാണ്. പിന്നീട് അവളെക്കുറിച്ച് ഒരു വിവരവുമില്ല. മാധവന്റെ അവസ്ഥയും അതുതന്നെ. അയാളുടെ ഭാര്യയും മക്കളും അയാളെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ഇടയ്ക്ക് അയാളുടെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ പോകും. പതിവ് പോലെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവർ തിരികെ പോരും. ശങ്കരൻ പിന്നെ മാലതിയുടെ കാൽച്ചൂട്ടിൽ കിടക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ അവൾ പറയുന്ന കേട്ട് ജീവിക്കുക എന്ന് മാത്രമായിരുന്നു അയാളുടെ ജീവിത നിയോഗം. ഇപ്പോൾ അണിമംഗലത്തെ റാണിയായിട്ടാണ് മാലതി വിലസുന്നത്. അണിമംഗലത്തെ ബിസിനസ്സും കാര്യങ്ങളും മറ്റും നോക്കി അവരിപ്പോൾ മറ്റൊരു സ്ത്രീകളെയായി മാറുകയാണ്. വാതിൽ തള്ളി തുറന്നുകൊണ്ട് ഓമൻ ഒരു പാത്രത്തിൽ കഞ്ഞിയുമായി അകത്തേക്ക് വരുമ്പോൾ കാണുന്നത് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന വാസുദേവനെയാണ്. ഓമന് തന്റെ ഭർത്താവിനെ തന്നെ നോക്കി കാണുകയായിരുന്നു. ഒരുപാട് മാറിപ്പോയി അദ്ദേഹം. എത്രയൊക്കെ വഴിപിഴച്ചവനാണെങ്കിലും തൻ്റെ മകനല്ലായിരുന്നു ജിത്തു. അവൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവൻ ഇല്ലാതെയായപ്പോഴാണ് മനസ്സിലാവുന്നത്. രക്ഷിതാക്കൾ എന്നതിൽ അവനെ തിരുത്താമായിരുന്നില്ലേ? പക്ഷേ ചെയ്തില്ല. അവൻ്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളിക്കൊടുത്തു. കൂടുതലും അവനെ തെറ്റായ വഴികളിലൂടെ നടത്തിച്ചത് സ്ത്രീകൾ തന്നെയാണ്. ഒടുവിൽ എൻ്റെ മകൻ നഷ്ടപ്പെട്ടപ്പോൾ അവൾ ഇവിടുന്ന് പടിയിറങ്ങി. സത്യത്തിൽ നഷ്ടം ആർക്കാണ് സംഭവിച്ചത്? എനിക്കും വാസുവേട്ടനും അല്ലേ? തൻ്റെ പുറകിൽ ആരോ വന്നു നിൽക്കുന്ന പോലെ തോന്നിയ വാസുദേവൻ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കയ്യിൽ കഞ്ഞിയും പിടിച്ച് ഏതോ ലോകത്ത് നിൽക്കുന്ന തൻ്റെ ഭാര്യ ഓമനയെ. ഈ സമയം വാസുദേവൻ ഓമനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. എപ്പോഴും വെട്ടിത്തിളങ്ങുന്ന സാരിയും സ്വർണ്ണാഭരണങ്ങളും മുഖത്ത് മേക്കപ്പും അണിഞ്ഞ് നടന്നവൾ ഇപ്പോൾ സാധാ ഒരു നേരിയതാണ് ധരിച്ചിരിക്കുന്നത്. മുടിയെല്ലാം നരച്ച് വളരെ ക്ഷീണിതയായി പെട്ടെന്ന് തന്നെ ഓമനയ്ക്ക് പ്രായം ബാധിച്ച പോലെ അയാൾക്ക് തോന്നി. ഓമനെ. വാസുദേവന്റെ വിളിയാണ് ഓമനയെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ആ, എന്താ വാസുവേട്ടാ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്തു പറ്റി തനിക്ക്? കുറെ നേരം അവിടെ തന്നെ നിൽക്കുന്നു. അത് പിന്നെ ഒന്നുമില്ല, ഞാൻ ഓരോന്ന് ചിന്തിച്ചാ. ഇതാ ഈ കഞ്ഞി കുടിക്ക്. രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരിക്കുകയല്ലേ? എങ്ങനെ കഴിക്കാനാണോ? മാലതിയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരേണ്ടതാ. പക്ഷേ ഇപ്പോൾ ദേഷ്യപ്പെടാൻ പോലും തോന്നുന്നില്ല. മനസ്സാകെ മരവിച്ച അവസ്ഥ. സ്ത്രീകളെയും മാധവനെയും കുറിച്ച് ഒരു വിവരവുമില്ല. എന്തൊക്കെയോ അരുതാത്ത സംഭവിക്കുന്ന പോലെ. പിന്നെ അവരില്ലാത്തതുകൊണ്ടല്ലേ അവളിപ്പോൾ ഇവിടെ കിടന്ന് വലസുന്നു. ഞാനൊന്നും കണ്ടില്ലെന്ന് വെച്ച് കണ്ണടച്ചതാ. അല്ലെങ്കിൽ ഇനി ആർക്ക് വേണ്ടിയാ ഈ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ സ്വത്തല്ലേ എന്നേക്കുമായി നമ്മളെ വിട്ടു പോയത്. ജിത്തു പോയതോടുകൂടി എനിക്കിപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. അവൾ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതി കണ്ണടക്കുന്നതാ. വാസുദേവൻ നിർവികാരതയോടെ ഓമനയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനും അതേ വാസുവേട്ട. പഴയ ഓമനയാണെങ്കിൽ അവൾ ഇപ്പം എൻ്റെ നേർക്ക് നിൽക്കുകൂടി ചെയ്യില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഒന്നിനും വയ്യ. ശരീരത്തിനും മനസ്സിനും വല്ലാതെ വാർദ്ധക്യം ബാധിച്ച പോലെ തോന്നുന്നു. ഓമൻ അങ്ങനെ പറഞ്ഞു. വാസുദേവൻ അതിൽ സത്യമുണ്ടെന്ന് തോന്നി. തൻ്റെ മുമ്പിലായി കാണുന്ന 1 കോടി രൂപയുടെ പെട്ടിയിലേക്ക് തന്നെ കണ്ണുകൾ വിടർത്തി നോക്കി നിൽക്കുകയാണ് മാലതി. മാലതി ഇപ്പോൾ ആകെ മാറിപ്പോയിട്ടുണ്ട്. വില കൂടിയ സാരിയും സ്വർണ്ണങ്ങളും അണിഞ്ഞ് മുഖത്ത് മേക്കപ്പും അണിഞ്ഞ് വല്ലാത്തൊരു ഭാവത്തോടെ എല്ലാവരെയും അടക്കി ഭരിച്ചുകൊണ്ട് അണിമംഗൽ എക്സ്പോർട്സ് നോക്കി നടത്തുന്ന മാലതിയാണിപ്പോൾ. പണത്തിൻ്റെ ആർത്തിൽ അവർ മാധവനെയും സ്ത്രീകളെയും വേണമെങ്കിൽ കടത്തിവിട്ടു. മാലതിയുടെ മുന്നിലിരിക്കുന്ന അഡ്വക്കേറ്റ് സ്വാമി അല്പം ഭയത്തോടെ മാലതി നോക്കിക്കൊണ്ട് പറഞ്ഞു. മേഡം, ഇത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. ശ്രീകല മേഡം ഉള്ളപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കോടി എമൗണ്ട് കൊടുത്തിട്ടാ ഇതിൽ നിന്നെല്ലാം ഊരിപ്പോന്ന്. ഇനിയിപ്പോൾ വീണ്ടും മേഡായിട്ട് കമ്പനിയിൽ ഇതുപോലുള്ള പ്രവൃത്തികൾ നടത്തിയെന്ന് ശ്രീകല മേഡം അറിഞ്ഞാൽ മേഡത്തിൻ്റെ സ്വഭാവം മാലതി മേഡത്തിനോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ.
അല്പം ഭയത്തോടെ സ്ത്രീകളെ ഓർത്തോട് സ്വാമി ഇങ്ങനെ പറഞ്ഞു. മാലതി അയാളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു സ്ത്രീകല ആരാവള്? ഇപ്പൊ ഈ എല്ലാ സ്വത്തിന്റെയും മേൽനോട്ടം വഹിക്കുന്ന ഈ ഞാനാ മാലതി മേഡം. ഇവിടെ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം ആരും വളർന്നിട്ടില്ല. അത് മാത്രമല്ല, സ്വാമിക്ക് ഇവിടെ തുടരാൻ താല്പര്യം മാത്രം ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറായിട്ട് നിന്നാൽ മതി. ഇല്ലെങ്കിൽ തന്നെക്കാളും മികവുറ്റ ആളുകളെ കിട്ടാൻ എനിക്ക് അധികം നേരം വേണ്ട. പിന്നെ സ്ത്രീകല അവളിപ്പോൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയില്ല. ഇവിടുന്ന് പോയിട്ട് തന്നെ 1 മാസം കഴിഞ്ഞു. ഇതുവരെ ഒരു വിവരമില്ല. പിന്നെ മാധവേട്ടൻ, അയാളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. പിന്നെയുള്ളത് എൻ്റെ ഭർത്താവാ. എൻ്റെ ഭർത്താവായതുകൊണ്ട് പറയല്ല, എന്നോട് വലിയ സ്നേഹവും ബഹുമാനം അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹത്തിന് ബിസിനസ്സിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നോട് ഇതെല്ലാം നോക്കിയെടുത്തിക്കൊള്ളാൻ എൻ്റെ ഏട്ടൻ തന്നെയാണ് പറഞ്ഞത്. പിന്നെയുള്ളത് വാസ്തവം വലിയേട്ടനാ. ആ ജിത്തു എന്ന് പറയുന്ന ചത്തു പറഞ്ഞോടുകൂടി അദ്ദേഹം ഒരു വഴിക്കായി. അതുകൊണ്ട് എൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രം ഞാൻ ഈ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുന്നു. പിന്നെ എനിക്കും കുറച്ച് എന്തെങ്കിലും ലാഭം വേണമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലീഗൽ പരിപാടികളൊക്കെ നടത്തുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ താഴ്ന്ന് കണ്ണടച്ചാൽ മതി. അല്ലാതെ എന്നെ ചോദ്യം ചെയ്യാൻ വരേണ്ട. മനസ്സിലായല്ലോ? അവസാനം അല്പം ഗൗരവത്തിൽ മാലതി ഇങ്ങനെ പറഞ്ഞു. സ്വാമി അവരെ നോക്കി തലയാട്ടുക മാത്രമാണ് ചെയ്തത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.